ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂസ് വേൾഡ്. ടൂൾസിനെ പറ്റിയിട്ടൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇനി കാണിക്കുന്നത് ബീഡിങ് ടെക്നിക്സ് ആണ്. ബീഡിങ്ങിന് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള മിയൂക്കി ബീഡ്സ് ആണ്. അതായത് സ്ക്വയർ ആയിട്ടുള്ളത്. എല്ലാ ബീഡ്സും നല്ല ഈക്വൽ സൈസ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന ബീഡ്സിന് ഇതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതുപോലെ നൈലോൺ ത്രെഡ് അല്ലെങ്കിൽ ഫിഷിംഗ് വയറായിരിക്കും ഏറ്റവും തിന്നായിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ കാണിക്കുന്നത് വലിയ ബീഡും കോട്ടൺ ത്രെഡും വെച്ചിട്ടാണ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സ്ക്വയർ സ്റ്റിച്ച് ബീഡിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്പേഴ്സ് ഇങ്ങനെ ഈക്വൽ നമ്പേഴ്സിലായിരിക്കും ബീഡ്സ് പോവുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഒരു ബീഡ്, ഏതെങ്കിലും ഒരു ബീഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റോപ്പർ ക്രിയേറ്റ് ചെയ്യണം, ഇത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാസ്റ്റ് നമ്മുടെ പ്രോജക്റ്റ് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അഴിച്ചെടുക്കേണ്ട ബീഡ്സാണ്. ഇത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ എത്ര ബീഡ്സിലാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസൈനായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീഡ്സിന് പർട്ടിക്കുലർ എണ്ണം ഉണ്ടാവും. ഇതിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ ഞാനൊരു 6 വൈറ്റ് ബീഡ് നമ്മൾ ഒന്നിച്ച് തന്നെ ഇതുപോലെ ബീഡ് ചെയ്തെടുക്കുക. ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് നൈലോൺ ത്രെഡ് പെട്ടെന്ന് കെട്ട് കുരുങ്ങിപ്പോവും. നമ്മൾ അത് മാത്രം ഒന്ന് ലെങ്ത്ത് കൂടുതലായിട്ട് എടുത്തിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. അന്നേരം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ടെക്നിക്സ് പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ജ്വല്ലറികളാണെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ 7ാമത് എടുത്തേക്കുന്ന ബീഡാണ്, ഒരു ബീഡ് എക്സ്ട്രാ ഇട്ടിട്ട് ഇത് ഇനി ലാസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന അത് 6th ബീഡിൻ്റെ മുകളിൽ വരും. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് ഇതുപോലെ കുരുത്ത് എടുക്കുക. ആദ്യത്തെ 1-2 സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട്, ശരിക്കും ക്ലോത്തിലൊക്കെ തുന്നിപ്പോകുന്നത് പോലെ അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇപ്പോൾ കുരുത്ത ആ ബീഡിനകത്തൂടെ തന്നെ ത്രെഡ് പുറത്തെടുക്കുക. ഇപ്പോൾ ആദ്യത്തെ മുത്തിൻ്റെ മുകളിലായിട്ട് അത് വരും സ്ക്വയർ ആയിട്ട് തന്നെ. ഇനി അടുത്ത ബീഡ് നമ്മൾ കുരുത്തതിൻ്റെ ശേഷം താഴത്തെ 5ാമത്തെ ബീഡിന് അകത്തൂടെ പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ അകത്തൂടെ പുറത്തെടുത്തിട്ട് പിന്നെ ആ ബീഡിൽ നമ്മൾ ഏത് ബീഡാണോ പുതിയതായിട്ട് ഇട്ടത് ആ ബീഡിനകത്തൂടെ ത്രെഡ് വീണ്ടും പുറത്തെടുക്കുക. ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ബീഡ് നമ്മൾ എടുത്തിട്ട് താഴെ 2 കഴിഞ്ഞ് 3ാമത്തെ ബീഡിനകത്തൂടെ ഓരോ ബീഡിനകത്തൂടെ തന്നെയാണ് എടുത്തിടേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്ന ബീഡിങ് ലൂംസ് അവൈലബിൾ ആണ്. സ്ക്വയർ സ്റ്റിച്ച് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ബീഡിങ് ലൂം യൂസ് ചെയ്യുന്നത്. അത് വെച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പിന്നീട് കാണിക്കാം. അപ്പോൾ നമ്മൾ നോർമലി 1 ബീഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്ക്വയർ ആയിട്ട് ചെയ്യുന്നതെന്നാണ്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അടുത്ത 3 ചെയ്തെടുത്തു. ഇതുപോലെ വരും. ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലൂം ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലൂം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ കുറച്ച് ക്ഷമ മാത്രം മതി. വീണ്ടും നമ്മൾ 3ാമത്തെ റോയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആ സെയിം ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, സ്റ്റിച്ചിങ് സ്റ്റൈൽ തന്നെ ഇതുപോലെ. ഇനി ഈ മുകളിലിട്ട് ബീഡിനകത്തൂടെ പുറത്തെടുക്കുക. വീണ്ടും നമ്മൾ ബീഡ്സ് ഇടുക. നമ്മൾ എത്ര ലെങ്ത്തിൽ നമുക്ക് വേണം അത്രയും ലെങ്ത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസൈൻ ഇട്ട് ചെയ്യാം, അതല്ല ഇനി ഓരോരോ റോസും ഓരോരോ കളേഴ്സായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിൽ ഡിസൈൻ ഇട്ടിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.
താങ്ക് യു ഫോർ വാച്ചിങ്. ബീഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടാ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ സ്ക്വയറിൽ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും എന്നുള്ളത് കാണാം. ഓക്കെ, ബൈ.